Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ്. പിന്നെ ഭയങ്കര മഴയൊക്കെയാണ്, അറിയാലോ നിങ്ങൾക്ക്. നല്ല എറണാകുളം ജില്ലയിലൊക്കെ റെഡ് അലർട്ടാണ്. അപ്പൊ നിങ്ങളുടെ അവിടെ നല്ല മഴയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഒരു കാര്യം മുൻകൂട്ടി തന്നെ പറയാണ്, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാല് നമ്മുടെ ക്ലാസ് ബ്രേക്ക് ആവാണെങ്കിൽ അത് ഇവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. കാര്യം പുറത്ത് നല്ല മഴയാണ്. അപ്പോ ചില പ്രകൃതി ക്ഷോഭങ്ങളുടെ ഇതായിട്ട് ചിലപ്പോ ക്ലാസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നീട് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. അത് ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് എങ്ങാനും ബ്രേക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മിസ് എവിടെ പോയി എന്ന് ചോദിക്കാൻ വേണ്ട. ആ സമയത്ത് എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ പിന്നീട് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അത് നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകും. കാര്യം പുറത്ത് നല്ല മഴയാണ്. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മാത്രം. എല്ലാവരും വളരെ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടില് സേഫ് ആണല്ലോ അല്ലെ? ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ മഴയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മഴക്കാലമാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, കുട്ടികളും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. കെയർഫുൾ ആയിട്ടിരിക്കണം കേട്ടോ. അതിപ്പോഴും ഒരു മഴക്കാലം വരുമ്പോ ഒരു പേടിയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് സ്പില്ലേജ് വേസ്റ്റിന്റെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പല ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഓരോ ടൈപ്പുകളിൽ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു, നമ്മളൊരു 5-6 ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു, ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ. അപ്പൊ എല്ലാം ഒരേ രീതിയിലല്ല നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ രീതിയുണ്ട്. മാനേജ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ്, അത്തരം സ്പില്ലേജ് മാനേജ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു മെർക്കുറി സ്പില്ലേജ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് അത്തരം മാനേജ്മെന്റിന് ഡിസ്ഇൻഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. അത് എടുത്തു ചോദിച്ചിട്ടുണ്ട്. കാര്യം ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഏകദേശം എല്ലാത്തിലും എന്താണ്, സിമിലർ ആണ്. ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഓൾമോസ്റ്റ് എന്താണ്, സിമിലർ ആണ്. എല്ലാത്തിലും സിമിലർ സ്റ്റെപ്പുകളാണ്. പിന്നെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് പോലെയുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിനായിട്ട് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് നമ്മളവിടെ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റില് ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? അത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഒന്ന് പറയാമോ? ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാര്യം എന്താണ്, എല്ലാത്തിന്റെ സ്റ്റെപ്പുകൾ ഓൾമോസ്റ്റ് സിമിലർ ആണ് കേട്ടോ. അപ്പൊ നോക്കാം, ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇനി ഈ ഷാർപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് സിറിഞ്ചുകൾ ഉണ്ടായിരിക്കും, നീഡിൽസ് ഉണ്ടായിരിക്കും, സ്കാൽപ്പൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇത്തരം ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റുകളെ നമ്മൾ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം. ഷാർപ്സ് സ്പില്ലേജ് വേസ്റ്റ് which consist of needles, scalpels and other sharp medical tools that can cause injury and infection to healthcare workers and others who may come into contact with it. അല്ലെ? അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്?
ഈ പറയുന്ന നീഡിൽസുകൾ അല്ലെ, സൂചികളായിരിക്കാം. സ്കാൽപ്പൽ, സ്കാൽപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇത് ശരിക്കും പറഞ്ഞ സ്കാൽപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലേഡഡ് ആയിട്ടുള്ള സർജിക്കൽ എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സുകളാണ് കേട്ടോ. ഓക്കെ, സ്കാൽപ്പൽ എന്ന് പറഞ്ഞാല് അതാണ് ഉദ്ദേശിക്കുന്നത്. ഷാർപ്പ് ബ്ലേഡഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ സ്കാൽപ്പൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അറിഞ്ഞിരിക്കുക കേട്ടോ. സ്കാൽപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാർപ്പ് ബ്ലേഡഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ സ്കാൽപ്പൽ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സിറിഞ്ചുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് അതർ ഷാർപ്പ് മെഡിക്കൽ ടൂൾസ്. അപ്പം ഇത്തരം ഷാർപ്പ് ഒബ്ജക്റ്റുകളുമായിട്ട് എന്താണ് ഇടപഴകുന്ന സമയത്ത് ആരോഗ്യ പ്രവർത്തകർക്കും മറ്റുള്ള ആളുകൾക്കും മുറിവുകൾ ഉണ്ടാവാനും ആ മുറിവുകളിലൂടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? മാനേജ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. ഹിയർ ആർ സം സ്റ്റെപ്സ് ഫോർ മാനേജിങ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നതിനുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ നമുക്ക് നോക്കാം. യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിലും പറഞ്ഞ അതേ സ്റ്റെപ്പുകളാണ്. യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക അല്ലെ. ആദ്യം തന്നെ നമ്മൾ ഇതുമായിട്ട് ഇടപെടുന്നതിന് മുൻപായിട്ട് നമ്മളുടെ വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം അല്ലെ. അതിനായിട്ട് യൂസ് സേഫ്റ്റി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നോക്കിയേ. ബിഫോർ അപ്രോച്ചിങ് ദ സ്കില്ല് പേഴ്സണൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റാഫ് എന്നാണ് കേട്ടോ. പേഴ്സണൽ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റാഫ് എന്നാണ് കേട്ടോ. അപ്പൊ നോക്കാം. ബിഫോർ അപ്രോച്ചിങ് ദ സ്കിൽ personnel should wear suitable personal protective equipment അഥവാ PPE that includes gloves and puncture resistant containers to avoid contact with the waste and avert injury. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഷാർപ്പ് സ്കില്ലുകളുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫുകളാണ് കേട്ടോ. സ്റ്റാഫുകൾ നിർബന്ധമായിട്ട് എന്ത് ധരിച്ചിരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഗ്ലൗസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ ഉണ്ടായിരിക്കും അല്ലെ. പങ്ക്ചർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഇത്തരം ഷാർപ്പ് ഒബ്ജക്റ്റ് നമ്മൾ തൊടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വല്ല മുറിവേൽക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മേത്ത് കുത്താനോ ഇടവരരുത്. ആ രീതിയിൽ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ടു അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് വേസ്റ്റ് ആൻഡ് അവർക്ക് ഇഞ്ചറി. അവർക്ക് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക കേട്ടോ. ഓക്കെ, അതുമായിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന മുറിവുകളെ ഒഴിവാക്കുന്നതിനുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ജീവനക്കാര് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. ഒന്നാമത് അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. കണ്ടെയ്ൻ ദ സ്പിൽ സെയിം നമ്മൾ കഴിഞ്ഞതിലും കണ്ടതാണ് അല്ലെ. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ സ്പിൽ എന്നാണ് കേട്ടോ. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ സ്പില്ലേജ് ആണ് കേട്ടോ. അതായത് ഇത്തരം ചോർച്ചകളുടെ ആ ഒരു വ്യാപനത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? ലിമിറ്റ് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്. അതിനെയാണ് കണ്ടെയ്ൻ ദ സ്പിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ. യൂസ് എ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നർ to pick up carefully any sharps and put them in a labeled biohazard bag or container for discarding. അപ്പോ നമ്മൾ ഇത്തരം ഷാർപ്പ് ഒബ്ജക്റ്റുകൾ വളരെ ശ്രദ്ധാപൂർവം എടുക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? പങ്ക്ചർ റെസിസ്റ്റന്റുകളായിട്ടുള്ള കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം. അതായത് ഇത്തരം ഷാർപ്പ് ഒബ്ജക്റ്റുകൾ എടുക്കാൻ പാകത്തിലും സൂക്ഷിക്കാൻ പാകത്തിലുള്ള കണ്ടെയ്നറുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറുകൾ എടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. പുട്ട് ദം ഇൻ എ ലേബൽഡ് ബയോഹസാർഡ് ബാഗ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡിംഗ് അല്ലെ. നമ്മൾ ബയോഹസാർഡ് ഇത് എഴുതിയിട്ടുള്ള കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ നമ്മൾ എന്ത് ചെയ്യാം? ഇത്തരം ഒബ്ജക്റ്റുകൾ ഡെപ്പോസിറ്റ്. അത്രയും സേഫ് ആയിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അടുത്തത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ക്ലിയർ അപ്പ് ദ സ്പിൽ അല്ലെ. ആ ചോർച്ചയുണ്ടായ സ്ഥലം നമ്മൾ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. എന്നുവെച്ചാൽ ആ ഒരു ചോർച്ചയുണ്ടായ ഭാഗത്ത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കുക അല്ലെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം അല്ലെ. അതാണ് പറയുന്നത്. യൂസ് എ ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ടു ക്ലീൻ ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി. ആ ഒരു എഫക്റ്റഡ് ഏരിയ വളരെ വൃത്തിയായിട്ട് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം കേട്ടോ. ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം. സ്റ്റിക്ക് ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ ആപ്റ്റ് കോൺസെൻട്രേഷൻ ആൻഡ് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസ്ഇൻഫെക്റ്റന്റ്.
അതുകൂടാതെ ആ ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷന്റെ ശരിയായിട്ടുള്ള കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മാനുഫാക്ചററുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ് നമ്മൾ എത്ര സമയം ആ ഒരു സ്ഥലത്ത് നമ്മൾ ലീവ് ചെയ്യണം എന്ന ആ ഒരു ടൈം അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിന്റെ മാനുഫാക്ചറുടെ നിർദ്ദേശങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. പറഞ്ഞത് മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒരു ശരിയായ കോൺസെൻട്രേഷനിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഉപയോഗിച്ചാലാണ് നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഏരിയനെ നമുക്ക് അണുവിമുക്തമാക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എത്ര കോൺസെൻട്രേഷനിലായി ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ ആ ഏരിയയിൽ ആ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റിയിട്ട് അതിന്റെ മാനുഫാക്ചറിന്റെ, അതായത് ആ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷന്റെ നിർമ്മാതാക്കളുണ്ടല്ലോ അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മളിപ്പോ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിച്ച് അപ്പൊ തന്നെ ചിലപ്പോൾ അവിടെ ക്ലീൻ ചെയ്യില്ല. ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിച്ച് ചിലപ്പോൾ ഒരു 10-30 മിനിറ്റുകൾ ചിലപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിച്ച് ഇടും അല്ലെ. അതിനുശേഷമായിരിക്കും നമ്മൾ ആ ഏരിയ വൃത്തിയാക്കുന്നത്. അതാണ് അവിടെ കോണ്ടാക്ട് ടൈം ഉദ്ദേശിച്ചത്. അതൊക്കെ എത്ര സമയം വേണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആവുന്നുണ്ടോ? ഓക്കെ. എന്തെങ്കിലും പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടണം കേട്ടോ. അടുത്തത് ഇതാണ്. അടുത്ത പോയിന്റ് എന്താണ്? ഗെറ്റിംഗ് റിഡ് ഓഫ് വേസ്റ്റ് കേട്ടോ. വേസ്റ്റുകൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, വേസ്റ്റുകൾ നമ്മൾ കളയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് come into contact with the shark's spillage should be got rid of as a dangerous waste in labeled biohazard bags or containers. എന്താ പറയുന്നത്? ഇത്തരം ഷാർപ്പ് ഒബ്ജക്റ്റുകളുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും അതിന് നമ്മൾ ബയോ ഹസാർഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് കൃത്യമായിട്ട് ബയോ ഹസാർഡ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ആ ഒരു ബാഗിനകത്ത് അല്ലെങ്കിൽ കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഡെപ്പോസിറ്റ് ചെയ്യും. ആ രീതിയിൽ നമ്മളത് ഡിസ്കാർഡ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് എന്താണ്? റിപ്പോർട്ട് ദ സ്പില്ല് അല്ലെ. ആ സ്പില്ലിനെ പറ്റിയുള്ള ചോർച്ചാ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യുക. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. The spills should be detailed to the relevant staff personnel for documentation and investigation. അതായത് ചോർച്ചയെ പറ്റിയുള്ള വിവരങ്ങള് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവർക്ക് രേഖപ്പെടുത്താനും അന്വേഷണങ്ങളൊക്കെ നടത്താനായിട്ട് ഈ ചോർച്ചയെ പറ്റിയുള്ള വിവരങ്ങള് അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുക കേട്ടോ. ഇത്രയാണ്, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷാർപ്പ് സ്പില്ലേജുകൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ഏകദേശം നോക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെ സ്റ്റെപ്പ് ഇതുപോലത്തെ ഒരുപോലെയാണ്, എല്ലാത്തിന്റെ സ്റ്റെപ്പുകൾ ഒരുപോലെയാണ് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനായിട്ടില്ല. ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലാസ്സിലിരിക്കുന്നവരൊന്ന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് നോക്കാം കേട്ടോ. അടുത്തതാണ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. ഇനി നമുക്കറിയാം ധാരാളം കെമിക്കൽസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലബോറട്ടറി ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു പറയും? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്ലീനിങ് പ്രൊസീജിയറുകൾക്കും മറ്റുമായിട്ട് നമ്മൾ ധാരാളം കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം കെമിക്കൽസിന്റെ സ്പില്ലേജ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഏത് രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സൂൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ. ഇതാണ് പറയുന്നത്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സൂൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ കേട്ടോ. അതായത് ആദ്യം തന്നെ എന്താണ് ആ ഒരു കെമിക്കൽ സ്പില്ലേജിന്റെ ആ ഒരു സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അതിന്റെ സിവിയറിറ്റി ഓഫ് ദ കെമിക്കൽ സ്പില്ലേജ്. ആ കെമിക്കൽ സ്പില്ലേജിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാല് ലൈക്ക് മൈനർ ഓർ മേജർ സ്പിൽ, അതായത് വളരെ മൈനർ ആയിട്ടുള്ള ചോർച്ചയാണോ അതോ മേജർ ആയിട്ടുള്ള ചോർച്ചയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്, ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് ദ കെമിക്കൽ സ്പില്ലേജ്. ആ കെമിക്കൽ സ്പില്ലേജിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അതിന്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ട്, അത് മൈനർ സ്പില്ലേജ് ആണോ മേജർ സ്പില്ലേജ് ആണോ എന്നത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് വേണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ ഫോളോ ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? അതാണ് പറയട്ടെ. അത് എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ് നമ്മൾ നോക്കുക കേട്ടോ. അടുത്ത പോയിന്റ് എന്താണ്?
എവിക്റ്റഡ് ഏരിയ. എന്താണ് എവിക്റ്റഡ് ഏരിയ? എവിക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവാക്വേറ്റഡ് ഏരിയ എന്നർത്ഥം അല്ലെ? ഇവാക്വേറ്റഡ് ഏരിയ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കെമിക്കൽ സ്പില്ലേജ്, കെമിക്കൽ ചോർച്ച ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ആളുകളെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? ഇവാക്വേറ്റ് ചെയ്യാം അല്ലെ? ആ ഒരു പരിസരവുമായിട്ട്, ആ ചോർച്ച നടന്നിട്ടുള്ള പരിസരവുമായിട്ട് സറൗണ്ട് ആയിട്ടുള്ള ഏരിയയിലെ ആളുകളെയും മറ്റുള്ള ജീവനക്കാരെയും എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യുക അല്ലെ? അവരെ നമ്മൾ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. കാര്യം ഇത്തരം കെമിക്കൽ സ്പില്ലേജുകളാണ് അത് ആളുകളുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ആളുകളെ എന്ത് ചെയ്യാം? എവിക്റ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവാക്വേറ്റ് ചെയ്യുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. If the spill is important, evict the area and call the emergency service. അപ്പൊ ആ ഒരു സ്പില്ലേജ് വളരെ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് ആളുകളെ ഇവാക്വേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി സർവീസസിന് വിവരം അറിയിക്കുക അല്ലെ? കാര്യം നമുക്കറിയാലോ, അത് നമുക്കൊരു എമർജൻസി സർവീസ് എന്ന് വെച്ചാൽ ഇത്തരം കെമിക്കൽ സ്പില്ലേജുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എഫിഷ്യന്റ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെസിഫൈഡ് യൂണിറ്റുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി സർവീസുകളെ എത്രയും പെട്ടെന്ന് നമ്മൾ അത്തരം യൂണിറ്റിനെ പ്രത്യേകം നമ്മൾ വിവരങ്ങൾ അറിയിക്കുക. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിലൊക്കെ സിമിലർ ആണ്, നമ്മൾ നേരത്തെ കണ്ടത് ഈ പോയിന്റുകളാണ്. വിയർ ദ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കാം. കാര്യം ഇതുമായിട്ട് നമ്മൾ ഇടപെടാൻ പോകുന്ന ജീവനക്കാർ അവരുടെ സ്വന്തം സുരക്ഷിതത്വം അവർ നോക്കണം അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. ദ പേഴ്സണൽ ഷുഡ് യൂസ് suitable personal protective equipment like gloves, goggles and respirators before going to the spill to avoid the connection with the chemical and avert inhalation of the chemical smoke. അതിനുശേഷം നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഗ്ലൗസുകൾ, ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഗ്ലാസസ് ആണ് കേട്ടോ, സുരക്ഷാ കണ്ണടകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം സേഫ്റ്റി ഗ്ലാസുകൾ, റെസ്പിറേറ്ററുകൾ എന്ന് വെച്ചാൽ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ മാസ്കുകളോ അതൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം കേട്ടോ. ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ, ആ സ്പില്ലിന്റെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ തന്നെ അതിന്റെ ഒരു കണക്ഷൻ അവോയ്ഡ് ചെയ്യാനും ഇത്തരം കെമിക്കൽ സ്പില്ലേജുകൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യാതിരിക്കാനും അതുമൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ്, റെസ്പിറേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. അത്തരം PPE ധരിച്ചുകൊണ്ട് വേണം അതുമായിട്ട് ഇടപെടാൻ. അടുത്ത സ്റ്റെപ്പ് കണ്ടെയ്ൻ ദ സ്പിൽ. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. അതായത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യാണ് അല്ലെ? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അറിയാലോ, അബ്സോർബന്റ് പാഡുകള്, ടവലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കെമിക്കൽസുകൾ ഉടനടി അബ്സോർബ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് സ്പ്രെഡ് ആവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ പ്രിവെന്റ് ചെയ്യുക അല്ലെ? പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് നമ്മൾ ആ ഒരു ഏരിയനെ ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Place the materials in a labeled dangerous waste bag of the container for discarding. അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ എന്താണ് ഡേഞ്ചറസ് വേസ്റ്റ് ബാഗ് എന്ന് കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക കേട്ടോ. ക്ലിയർ ആണല്ലോ? അടുത്തത് എന്താണ്? ക്ലീൻ അപ്പ് ദ സ്പിൽ അല്ലെ? ആ ചോർച്ചയുണ്ടായ ഏരിയ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വൃത്തിയാക്കുക. നമുക്ക് യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ സ്റ്റിക്ക് ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് for the exact use of absorbent materials to clean up the spill അല്ലെ? അതിനായിട്ട് നമ്മൾ അനുയോജ്യമായിട്ടുള്ള സ്പില്ല് കിറ്റുകൾ ഉപയോഗിക്കാം. അതുപോലെ മാനുഫാക്ചറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അബ്സോർബന്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു ഏരിയ നല്ലപോലെ ക്ലീൻ ചെയ്യുക കേട്ടോ. ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ കെമിക്കൽ അറ്റ് ദ ടൈം ഓഫ് ക്ലീനിങ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത്തരം കെമിക്കൽസ് സ്പ്രെഡ് ആവുന്നത് നമ്മൾ തടയണം അല്ലെ? നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു വേസ്റ്റ് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ആവാനായിട്ട് പാടില്ല അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് വേണം ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ് അല്ലെ? വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുക. നോക്കുക കേട്ടോ. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ കമ്മിങ് ഇൻ ടു കോൺടാക്ട് വിത്ത് ദ കെമിക്കൽ ഷുഡ് ബി ത്രോൺ അവേ as dangerous waste into the labeled bags or containers. സെയിം കാര്യം നേരത്തെ പറഞ്ഞതാണ് അല്ലെ? ഈ ഒരു കെമിക്കൽ സ്പില്ലേജുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാ വസ്തുക്കളും, ഇതൊക്കെ വസ്തുക്കളുണ്ട്, തുണികളായിക്കോട്ടെ മറ്റെന്തെങ്കിലും എക്യുപ്മെന്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് അതിന് ലേബൽ ചെയ്തിട്ടുള്ള ബാഗുകളിലോ കണ്ടെയ്നറിലോ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. പ്രത്യേകം പറയുന്നുണ്ട്, adhere to local, state and federal regulations
ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രാദേശിക അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകം നമ്മൾ അവിടെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞപ്പോഴും നമ്മളത് പറയണ്ടായി അല്ലെ. അതായത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പ്രാദേശികമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്, അതുകൂടാണ്ട് നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനനുസൃതമായിക്കൊണ്ട് വേണം ഇത്തരം ഹോസ്പിറ്റൽ വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. അങ്ങനെ തോന്നിയ രീതിയിൽ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകളുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ എൻവിയോൺമെന്റിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രാദേശിക ദേശീയ സംസ്ഥാന നയങ്ങൾക്കനുസൃതമായതുകൊണ്ട് ഇത്തരം വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അടുത്തത് എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ ആണ്. നേരത്തെ പറഞ്ഞില്ല അത് തന്നെ. സ്പിൽസ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ചോർച്ചയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക കേട്ടോ. അവർക്ക് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതിനായിട്ട് ഈ ചോർച്ചയെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക. അപ്പോഴാണ് ആ ഒരു മാനേജ്മെന്റ് കറക്റ്റ് ആവുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോ നെക്സ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ്. നമ്മൾ ഈ പറഞ്ഞ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ ഫ്ലോ ചാർട്ടില് ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ, ചെറിയൊരു തിരുത്തുണ്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്? ചെറിയൊരു തിരുത്തുണ്ട്, ഞാൻ പറയാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. നമ്മളിപ്പോ പറഞ്ഞ കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിന്റെ ഒരു ഫ്ലോ ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, ജസ്റ്റ് നമുക്കതൊന്ന് വായിക്കാം. കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞെന്താണ്? ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് അല്ലെ. സ്റ്റേറ്റ് ദാറ്റ് മീൻസ് ഇഫ് ദ സ്പില്ലേജ് ഈസ് മൈനർ ഓർ മേജർ. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചെക്ക് മേജർ ഓർ മൈനർ സ്പില്ലേജ്. അതായത് ഈ കെമിക്കൽ സ്പില്ലേജ് അത് മേജർ ആണോ മൈനർ ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം അല്ലെ. എന്ന് വെച്ചാൽ അതിന്റെ സിവിയറിറ്റി ചെക്ക് ചെയ്യണം. കുറഞ്ഞ രീതിയിലുള്ള ഒരു കെമിക്കൽ ചോർച്ചയാണോ അതോ വലിയ രീതിയിലുള്ള ഒരു കെമിക്കൽ സ്പില്ലേജ് ആണോ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ അവിടെ കൊടുത്തേക്കുന്നത്. ഇനി അതിൽ രണ്ട് ചാൻസസ് ഉണ്ട് അല്ലെ. ഒന്നില്ലെങ്കിൽ മൈനർ ആവാം, ഇഫ് മൈനർ ആവാം, അല്ലെങ്കിൽ മേജർ ആവാം. രണ്ട് ചാൻസ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് മൈനർ നോക്കാം കേട്ടോ. മൈനർ നോക്കാം. ഇഫ് മൈനർ ആണെങ്കിൽ ഈ ഏരോ പോണ്ടത് ഇവിടേക്കാണ് കേട്ടോ. ഓക്കെ, നോട്ടിഫൈ അതേഴ്സ് എന്ന് പറഞ്ഞു കണ്ടോ. അപ്പൊ ഇഫ് മൈനർ ആണെങ്കിൽ ശരിക്കും ഈ സ്റ്റെപ്പാണ് വരുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് എടുക്കുന്നത്. പലതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇഫ് മൈനർ ആണെങ്കിൽ ഇവിടെയല്ല ഈ സ്റ്റെപ്പ് വരേണ്ടത്. ഇതിന്റെ ചോട്ടിൽ വരേണ്ട സ്റ്റെപ്പുകൾ ഇതാണ് കേട്ടോ. അപ്പൊ നോക്കാം, മൈനർ സ്പില്ലേജ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നോട്ടിഫൈ അതേഴ്സ് അല്ലെ, മറ്റുള്ള ആളുകളെ നമ്മൾ അറിയിക്കാം അല്ലെ, അറിയിക്കാം. അത് കഴിഞ്ഞിട്ടോ എവിക്റ്റ് ദ ഏരിയ അല്ലെ. എവിക്റ്റ് എന്ന് വെച്ചാൽ ഇവാക്വേറ്റ് ദ ഏരിയ അല്ലെ. ആ ഒരു ഏരിയയിൽ നിന്നും ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം? ഇവാക്വേറ്റ് ചെയ്യാം, അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം പ്രിവെന്റ് അതർ ഫ്രം ദ എന്ററിംഗ് ദ ഏരിയ. അത് മാത്രമല്ല, അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിച്ചാൽ മാത്രം പോരാ, അവിടേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണം അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പ്രിവെന്റ് അതർ ഫ്രം എന്ററിംഗ് ദ ഏരിയ. ആ ഒരു ഏരിയയിലോട്ട് മറ്റുള്ള ആളുകൾ വരുന്നത് തടയാൻ വേണം കേട്ടോ. ഒരു ആളുകളെയും അവിടെ പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ലാസ്റ്റ് എന്താണ് പറയുന്നത്? വാച്ച് ഫോർ ദ ഫയർ ഈ ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. അതോടൊപ്പം തന്നെ ഫ്ലെയിമബിൾ കെമിക്കൽസ് ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം കേട്ടോ. അതായത് ഈ എന്താ പറയുക, സ്പിരിറ്റ് അല്ലെ, സ്പിരിറ്റ് ഒക്കെ പോലെയുള്ള അങ്ങനെയുള്ള കെമിക്കൽ സ്പില്ലേജുകളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾ വളരെയധികം കെയർ ചെയ്യണം. കാര്യം ഇതൊക്കെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലെ. ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ചോർന്നേക്കുന്നതെങ്കിൽ തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാച്ച് ഫോർ ഫയർ ഫ്ലെയിമബിൾ കെമിക്കൽസ് ആൻഡ് അതെ ദിവ്യ, ഇപ്പൊ പറഞ്ഞത് മൈനർ ആണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം. അതാണ് ഞാൻ റീഅറേഞ്ച്മെന്റ് പറഞ്ഞത് കേട്ടോ. അതായത് ഇഫ് മൈനർ ആണെങ്കിൽ
നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇവിടെയാണ്. അത് നിങ്ങൾ ഇടയ്ക്ക് ഒരു ഏരോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇഫ് മൈനറിന്റെ അവിടെ നിന്ന് നോട്ടിഫൈ അതേഴ്സിന്റെ അവിടേക്ക് ഒരു ഏരോ കൊടുത്താൽ മതി. ഈ ഭാഗമാണ് ഇതിന്റെ ചോട്ടിന് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് ഇപ്പുറത്തോട്ടാണ്. ഇത്രയും വ്യത്യാസം. ഇവിടെ നിന്നുള്ള ഏരോ നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്ലിയർ ആയാലും ഇപ്പൊ മൈനർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇഫ് മേജർ ആണെങ്കിൽ അതിന്റെ സിവിയറിറ്റി കൂടുതലാണെന്നിരിക്കട്ടെ, അപ്പൊ എന്ത് ചെയ്യണം? അതർ, അതായത് നോട്ടിഫൈ അതേഴ്സ് ഇമീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ കേട്ടോ. അതിന്റെ അകത്ത് ഇതാണ് നോട്ടിഫൈ അതേഴ്സ് ഇമീഡിയറ്റ്ലി കംപ്രൈസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. അപ്പൊ ഒരു മേജർ സ്പില്ലേജ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മള് സുരക്ഷാ ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന ആ ഒരു ടീമിനെ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? വിവരങ്ങൾ അറിയിക്കാം അല്ലെ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത് ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ സേഫ്റ്റി ഓഫീസേഴ്സ്, സുരക്ഷാ ഓഫീസേഴ്സ് ഉൾപ്പെടുന്ന ആ ഒരു സേഫ്റ്റി ടീമിന് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? വിവരങ്ങൾ അറിയിക്കാം. ഓക്കെ. അതിനുശേഷം ഐസോലേറ്റ് ഏരിയ ഡൺ PPE. ഐസോലേറ്റ് ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഇവാക്വേറ്റ് ചെയ്യാണ്. ആ ഏരിയയിൽ നിന്ന് ആളുകളെ നമ്മൾ റിമൂവ് ചെയ്യും. അതുപോലെ ആ ഏരിയയിലേക്ക് ആളുകൾ വരുന്നതും നമ്മൾ തടയും. ചുരുക്കി പറഞ്ഞാൽ ആ ഏരിയനെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഐസോലേറ്റ് ചെയ്യാണ്, ഒറ്റപ്പെടുത്താണ്. ആളുകളുടെ ആ ഒരു സമ്പർക്കം ഒഴിവാക്കുന്ന രീതിയിൽ ആ ഒരു ഏരിയനെ നമ്മൾ മറ്റുള്ള ഏരിയാസിൽ നിന്ന് ഐസോലേറ്റ് ചെയ്യാണ്, വേർപ്പെടുത്താണ്. അത് മാത്രമല്ല ഡൺ PPE അല്ലെ, സുരക്ഷാ ജീവനക്കാർ വരുമ്പോൾ അവരെന്ത് ധരിച്ചിരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. അടുത്തത് എന്താണ്? കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബന്റ് പാഡ്സ്. നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് കേട്ടോ. കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ, നമ്മൾ ആ ചോർച്ചയെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ. അതിനായിട്ട് നമ്മൾ അബ്സോർബന്റ് പാഡുകളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആസിഡ്, ആൽക്കലി അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ നല്ല പോലെ എന്ത് ചെയ്യാം? അതിന്റെ ആ ഒരു ചോർച്ചേനെ നമ്മൾ ആ സ്പില്ലേജിന് നമ്മൾ കൺട്രോൾ ചെയ്യുക കേട്ടോ. പ്ലേസ് അബ്സോർബന്റ് പാഡുകളൊക്കെ അവിടെ ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം എന്താണ്? ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ്. നമുക്കറിയാലോ, പ്രാദേശികമായിട്ടുള്ള അതുപോലെ തന്നെ സംസ്ഥാന ദേശീയ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് എല്ലാ വേസ്റ്റുകളെയും നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്യുക, വേണ്ടാന്ന് വെക്കുക. അതിനുശേഷം ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ. ഡീകണ്ടാമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസിൻഫെക്ട് ചെയ്യാന്നുള്ള അർത്ഥമാണ് അല്ലെ. ആ ഒരു ഏരിയ നല്ല പോലെ അണുവിമുക്തമാക്കുക. ദെൻ ക്ലീൻ ഏരിയ, ആ ഏരിയ നല്ല പോലെ ക്ലീൻ ചെയ്യുക അല്ലെ, വൃത്തിയാക്കുക. അവസാനം എന്താണ്? റേസ് ഇൻസിഡന്റ് ഫോംസ്. റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റിപ്പോർട്ട് ദ സ്പില്ല് അല്ലെ, സ്പില്ലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആ ചോർച്ചയെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? സബ്മിറ്റ് ചെയ്യുക അല്ലെ. ആ റിപ്പോർട്ട് അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നേരത്തെ പഠിച്ച കാര്യം തന്നെ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റെപ്പുകളും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ള സ്പില്ലേജ് മാനേജ്മെന്റിൽ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ്. ഓക്കെ. അതേസമയം മെർക്കുറി സ്പില്ലേജ് വേസ്റ്റിന് മാനേജ്മെന്റിന് ഡിസിൻഫെക്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതൊക്കെയാണ് വേറിട്ട് നിൽക്കുന്ന പോയിന്റ്. ബാക്കി അല്ലാതെ ഓൾമോസ്റ്റ് എന്താണ്? സിമിലർ ആണ് കേട്ടോ. ഓക്കെ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അന്ന് നമുക്ക് 2 മിനിറ്റ് വായിക്കാമോ? ഈ എടുത്ത ഭാഗം ഫ്ലോ ചാർട്ട് വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഒന്ന് വായിക്കും, 2 മിനിറ്റ്സ് വായിക്കാം.
ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് പോവാം. അഞ്ചാമത്തത് ഇതാണ് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം അല്ലെ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ എവിടെയൊക്കെ ഉണ്ടാവാം? പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ അല്ലെ, അതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ ഭാഗമായിട്ട് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളുടെ സ്പില്ലേജുകൾ ഉണ്ടാവാം അല്ലെ. അതിന് ഏത് രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? സെയിം പോയിന്റുകളാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ല, അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത്. നമുക്ക് ജസ്റ്റ് വായിക്കാം. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് can be dangerous to human health and the environment. The steps to be taken for managing റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ. നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക ഹ്യൂമൻ ഹെൽത്തിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ എൻവയോൺമെന്റിനെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് അത് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? evacuate the area. Okay, that means evict the area അല്ലെ. If the spill is notable, evacuate the area and call the emergency services കേട്ടോ. ഇനി ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ആളുകളെ റിമൂവ് ചെയ്യുക അല്ലെ. പ്രത്യേകിച്ച് ഈ ഒരു റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വളരെ മേജർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമ്മുടെ ആളുകളെ മാറ്റി പാർപ്പിക്കണം, അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക അല്ലെ. അതിനുശേഷം എമർജൻസി അത് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എമർജൻസി സർവീസസിനെ നമ്മൾ കോൾ ചെയ്യുക, അവരെ വിവരം അറിയിക്കുക അല്ലെ. നമുക്കൊരു എന്താണ് ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഓക്കെ, അടുത്തതോ വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അത് ഓൾവേസ് നമ്മൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ് അല്ലെ. കാര്യം നമ്മൾ ജീവനക്കാർ ഇതുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവരുടെ സ്വന്തം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. അതെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. പേഴ്സണൽ ഷുഡ് യൂസ്. പേഴ്സണൽ എന്ന വാക്കിന്റെ അർത്ഥം സ്റ്റാഫ് എന്നാണ് കേട്ടോ. രണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ്, ജീവനക്കാരൻ എന്നാണ് അർത്ഥം കേട്ടോ. Personnel should use the active personal protective equipment or PPE such as gloves, goggles and respirators before going to the spill to avoid the connection with the radioactive material and prevent it. അറിയാലോ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചുകൊണ്ട് മാത്രം ജീവനക്കാര് ഇത്തരം സ്പില്ലേജുകളുമായിട്ട് ഇടപഴകാനായിട്ട് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ പോയിന്റ് കണ്ടെയ്ൻ ദ സ്പില്ലാണ് കേട്ടോ. അത് മൂന്നാമത്തെ പോയിന്റ് ആയിട്ടല്ല, അതിനോട് ചേർത്ത് തന്നെ പറയാണ്. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് വെച്ചാൽ കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ സ്പില്ലേജ്. അത്രയേ ഉള്ളൂ. അതിനായിട്ട് എന്ത് ഉപയോഗിക്കാം? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് സാൻഡ് ഓർ അബ്സോർബന്റ് പാഡ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അതിനായിട്ട് നമ്മൾ അബ്സോർബന്റ് പാഡുകള് അല്ലെങ്കിൽ സാൻഡ്, മണലുകള് അല്ലെ, മണലൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അബ്സോർബന്റ് പാഡുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ അത് സ്പ്രെഡ് ആവില്ല, മറ്റുള്ള സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പാക്ക് ദ മെറ്റീരിയലിന്റെ ലാബൽഡ് പുട്ടുന്നതായിരിക്കും കേട്ടോ. പുട്ട് ദ മെറ്റീരിയലിന്റെ ലാബൽഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ് ആൻഡ് ഡിസ്കാർഡ് ഡിസ്പോസൽ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗിനായിട്ട് ഡിസ്പോസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിന് കൃത്യമായിട്ട് ഡിസ്കാർഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം? ക്ലീൻ അപ്പ് ദ സ്പിൽ അല്ലെ, ചോർച്ച ഉണ്ടായിട്ടുള്ള ആ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കുക അല്ലെ, ക്ലീൻ ചെയ്യുക. അതിനായിട്ട് യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് or adhere to the manufacturer's directives for the proper use of absorbent materials to clean up the spill. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റുകൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ. സ്പില്ലേജ് കിറ്റുകൾ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്, സൊല്യൂഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് ഏത് കോൺസെൻട്രേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര കോണ്ടാക്ട് ടൈം നമ്മൾ എത്ര ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ ഉള്ളത് അതിന്റെ മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെന്താണ്? കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഡ്യൂറിംഗ് ക്ലീനപ്പ്. അതായത് ടേക്ക് കോഷ്യസ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം അല്ലെ. അതായത് ഇത്തരം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. മറ്റൊരു സ്ഥലത്ത് സ്പ്രെഡ് ആവാൻ പാടില്ല. അതേ രീതിയിൽ ശ്രദ്ധാപൂർവം വേണം നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുക. All materials that come into contact with a radioactive material should be discarded as a radioactive waste in labeled bags or containers. കേട്ടോ. ഈ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളെയും നമ്മൾ എന്ത് ചെയ്യാം?
റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള ബാഗിനകത്ത് ഡിസ്പോസ് ചെയ്യാം കേട്ടോ. അതും ഫോളോ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഇത്തരം റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള പ്രാദേശിക സംസ്ഥാന കേന്ദ്ര നിയമങ്ങൾ പാലിക്കുക കേട്ടോ. അത് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. അടുത്തത് എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽസ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ഒരു ചോർച്ചയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അറിയിക്കുക കേട്ടോ. അവർക്ക് റിപ്പോർട്ട് അവർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്താനും ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ചോർച്ചയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക. ക്ലിയർ ആയല്ലോ? സെയിം സ്റ്റെപ്പ് ആണ് കേട്ടോ റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, അടുത്തത് കേട്ടോ ആറാമത്തത് സ്പിൽ ഇൻ ലബോറട്ടറി ഏരിയ കേട്ടോ. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ലബോറട്ടറി ഏരിയകളിൽ നിന്നൊക്കെ ധാരാളം സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. പ്രത്യേകിച്ച് നോക്കൂ, മൈക്രോബിയൽ കൾച്ചേഴ്സ്. മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചില ഇപ്പൊ നമ്മള് ടൈപ്പ് പഠിച്ചപ്പോ അല്ലെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ? പല ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. തരാം, കണ്ടില്ലേ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്, കെമിക്കൽസ്, ഷാർപ്പുകൾ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവ ഓരോന്നും മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ഓർഗാനിക് മെറ്റീരിയൽസ് അല്ലെ. ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലിവിംഗ് ഓർഗാനിസംസ് അല്ലെ. ലിവിംഗ് ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്തെടുക്കുന്ന അത്തരം മെറ്റീരിയലുകളെയാണ് നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഗവേഷണ പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ടൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള പോയിന്റുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. അതാണ് മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. മൈക്രോബിയൽ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസുകളെ നമ്മളൊരു കൺട്രോൾഡ് എൻവിയോൺമെന്റിൽ നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യാനായിട്ട്, അതിന്റെ ബിഹേവിയർ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്യും. അതായത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മൈക്രോ ഓർഗാനിസംസിനെ പഠന വിധേയമാക്കും അല്ലെ. എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് പുതിയ പല മെഡിസിൻസുകള്, പുതിയ പല വാക്സിനുകൾ മറ്റൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണ്. അപ്പൊ അത്തരത്തില് ലബോറട്ടറി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സ്പില്ലേജുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? സെയിം സ്റ്റെപ്പുകൾ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് വായിക്കാം. ഒന്നാമത്തത് യൂസ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. മറക്കരുത്, PPEയുടെ ഫുൾ ഫോം പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ. അപ്പൊ നോക്കാം. യൂസ് PPE, ദാറ്റ് മീൻസ് ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാസ്ക്. അപ്പൊ കൃത്യമായിട്ട് PPE ധരിക്കുക. നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ഏരിയ. അതിനുശേഷം മറ്റുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കുക. ആളുകൾ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുക. അതിനുശേഷം എന്താണ്? കവർ ദ സ്കിൻ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ ഡ്രഞ്ച്ഡ് ഇൻ ട്രൈറ്റ് ഡിസ്ഇൻഫെക്റ്റന്റ്. അതായത് ശരിയായ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷനില് മുക്കിയെടുത്തിട്ടുള്ള അബ്സോർബന്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഈ ഒരു ചോർച്ചയെ നമ്മൾ എന്ത് ചെയ്യാം? കവർ ചെയ്യാം അല്ലെ. ഓക്കെ, സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവിടെ ഉപയോഗിക്കുന്നത് നോക്കിയേ, ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ. ഓക്കെ, hypochlorite solution with a concentration of 1% available chlorine and 80% ethanol. Hello, hypochlorite solution ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ്. അതിനകത്ത് 1% ക്ലോറിൻ ആണ്. 1% ക്ലോറിനും ബാക്കി 80% എത്തനോൾ, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയും. 80% ഈഥൈൽ ആൽക്കഹോളും ആണ് വരുന്നത്. ബാക്കി വെള്ളമായിരിക്കും, വാട്ടർ ആയിരിക്കും കേട്ടോ. അപ്പൊ 1% ക്ലോറിൻ ഉണ്ടായിരിക്കും, ബാക്കി 80% ഈഥൈൽ ആൽക്കഹോൾ ആണ് കേട്ടോ. ഈഥൈൽ ആൽക്കഹോൾ ആണ്. ബാക്കിയുള്ളത് വെള്ളമായിരിക്കും കേട്ടോ, വാട്ടർ ആയിരിക്കും. ആ രീതിയിൽ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ഏരിയനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കേട്ടോ. അതിനുശേഷം നോക്കൂ, ലീവ് 10 to 30 minutes after pouring disinfectant solution around the skin. നമ്മൾ ആ ചോർച്ചയുണ്ടായ സ്ഥലത്ത് ഈ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 10-30 മിനിറ്റ് ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിച്ച് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉടനടി ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഒഴിച്ചു അപ്പൊ തന്നെ ക്ലീൻ ചെയ്യല്ല ചെയ്യുന്നത് അല്ലെ. നമ്മൾ സാധാരണ ഒരു കുറച്ച് നേരം അതിന്റെ കോണ്ടാക്ട് ടൈം ഉണ്ട്, ഇത്ര സമയമെങ്കിലും നമ്മൾ ആ സൊല്യൂഷൻ അവിടെ
എന്ത് ചെയ്തിരിക്കണം, ഒഴിച്ചിടണം അല്ലെ. ആ രീതിയിൽ ഒരു 10 to 30 minutes ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഒഴിച്ചിടുക. ഓക്കെ, അതിനുശേഷം റബ്ബ് ദ നിയർ ബൈ ഏരിയ യൂസിങ് ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ. അതോടൊപ്പം അതിന് ചുറ്റുമുള്ള നിയർ ബൈ ഏരിയയിൽ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തുക. അതിനുശേഷം എന്താണ്, ക്ലീൻ ദ സ്പില്ലേജ് ആൻഡ് disinfectant solution and shift all polluted material to an appropriate waste container. അതിനുശേഷം നമ്മൾ ആ സ്പില്ലേജ് ഏരിയ നല്ലപോലെ ക്ലീൻ ചെയ്തതിനു ശേഷം എല്ലാ പൊല്യൂട്ടഡ് മെറ്റീരിയലിന്റെയും നമ്മൾ കൃത്യമായിട്ട് വേസ്റ്റ് കണ്ടെയ്നറിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി നോക്കൂ, if the spillage is huge or includes the extremely infectious microorganism, cabinet may need to be decontaminated with the formaldehyde gas by the qualified staff before further use and raise the incident form. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു സ്പില്ലേജ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് ഇരിക്കട്ടെ, വളരെ മേജർ സ്പില്ലേജ് ആണെങ്കിൽ, എന്നുവെച്ചാൽ മേജർ സ്പില്ലേജ് എന്ന് പറയുമ്പോൾ ധാരാളം എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഫെക്ടിയസ് മൈക്രോ ഓർഗാനിസം അടങ്ങിയിട്ടുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? The cabinet may need to be decontaminated with the formaldehyde gas. കേട്ടോ, ആ ഒരു ഏരിയ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലബോറട്ടറി ഏരിയയിലെ നമ്മള്, അല്ലെങ്കിൽ ആ ഒരു ചോർച്ച ഉണ്ടായ ആ ഒരു ക്യാബിനറ്റ്, ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഫോർമാൽഡിഹൈഡ് ഗ്യാസ് കേട്ടോ. കുഴപ്പമില്ല അഞ്ജന, കുഴപ്പമില്ല കേട്ടോ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടാവും, നമുക്ക് അറിയാതെ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല, നമുക്കറിയാലോ. മഴയുടെ പ്രോബ്ലം വരുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മിസ്സാവുന്ന ക്ലാസ്സുകൾ റെക്കോർഡ് കാണാം കേട്ടോ, റെക്കോർഡ് കണ്ട് പോയാൽ മതി കേട്ടോ. ഈ മഴക്കാലം വരുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ആ ഒരു ക്യാബിനറ്റ് നല്ല രീതിയിൽ നമ്മൾ ഫോർമാലിഡിഹൈഡ് ഗ്യാസ് HCHO എന്ന് പറയും കേട്ടോ, ഫോർമാലിഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് നല്ലപോലെ അണുവിമുക്തമാക്കുക കേട്ടോ. അത് ക്വാളിഫൈഡ് സ്റ്റാഫിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ, നമ്മളെല്ലാം അത് ഉപയോഗിക്കേണ്ടത്. അതിന് ഉപയോഗിക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അവരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫോർമാലിഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ച് ഡീകണ്ടാമിനേറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം റേസ് ദ ഇൻസിഡന്റ് ഫോം, ഈ സ്പില്ലേജിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമ്മൾ അറിയിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇതിലിപ്പോ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, കാര്യം നമ്മള് എല്ലാത്തിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോ ഓൾമോസ്റ്റ് ചെയ്യണ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഒരെണ്ണം കൂടെ പറയാം, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അറിയാലോ, ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ധാരാളമായിട്ട് ഉണ്ടാവും അല്ലെ. ഫാർമസി സംബന്ധമായിട്ടുള്ള വേസ്റ്റുകൾ ധാരാളം ഉണ്ടാവും. നിങ്ങൾ ഫാർമസി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് അല്ലെ നമ്മൾ ഒരുപാട് ചിലപ്പോ ഓവർ സ്റ്റോക്ക് വരാം അല്ലെ, അതുപോലെ എക്സ്പയർഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ വരാം, ബാൻഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ വരാം, ഇതൊക്കെ വേസ്റ്റുകളായിട്ടായിരിക്കും വരിക അല്ലെ. അപ്പൊ ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഏത് രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, the steps to the taken for managing pharmaceutical spillage waste ആണ്. ഇനി ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നമ്മൾ എടുക്കേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Personnel should use suitable PPE like gloves, goggles and respirators before going to the spill to prevent the contact with the dangerous substance. വേറൊന്നുമല്ല, ഈ പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക, ഗ്ലൗസുകൾ, സേഫ്റ്റി ഗ്ലാസസ്, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ്. നിങ്ങളോട് അങ്ങനെ ചോദിക്കാം, ഗ്ലൗസുകള്, മാസ്കുകള്, റെസ്പിറേറ്ററുകള്, ഗോഗിൾസ് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ഭാഗമാണ് അല്ലെ. ഇതെല്ലാം ധരിച്ചുകൊണ്ട് മാത്രമേ ജീവനക്കാര് ഇത്തരം സ്പില്ലേജുകളുമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇടപെടാനായിട്ട് പാടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കണ്ടെയ്നർ സ്പില്ലാണ് യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് spill kits to contain the spill and prevent it from spreading. Put the materials in a labeled hazardous bag or container for disposal. അതിനുശേഷം നമ്മൾ സൂട്ടബിൾ ആയിട്ട് അബ്സോർബന്റ് പാഡുകളും മറ്റും സ്പിൽ കിറ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ആ ഒരു ചോർച്ചയെ നമ്മൾ കൺട്രോൾ ചെയ്യുക അല്ലെ, മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവുന്നതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. അടുത്തതാണ് ക്ലീൻ അപ്പ് ദ സ്പില്ല് അല്ലെ. ആ സ്പില്ല് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക അല്ലെ, വൃത്തിയാക്കുക. അവൈഡ് ബൈ ദ മാനുഫാക്ചേഴ്സ് ഡയറക്ടീവ്സ് for the correct use of absorbent materials to clean up the spill. അപ്പൊ കൃത്യമായിട്ട് നിർമ്മാതാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ആ ചോർച്ച ഉണ്ടായിട്ടുള്ള സ്ഥലം നല്ല രീതിയിൽ വൃത്തിയാക്കുക കേട്ടോ.
ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ ഫാർമസ്യൂട്ടിക്കൽ ഡ്യൂറിംഗ് ക്ലീനപ്പ്. ഈ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്തരം വേസ്റ്റുകൾ സ്പ്രെഡ് ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേ രീതിയിൽ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഹാൻഡിൽ ചെയ്യാം. Then dispose of waste. All materials that come into contact with the pharmaceutical should be discarded as a hazardous waste in labeled bags or container. അപ്പൊ ഇത്തരം വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളെയും നമ്മൾ എന്താ ഹസാർഡസ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്തിട്ടുള്ള ബാഗുകളിലും കണ്ടെയ്നറിലും ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനായിട്ട് ഫോളോ ദ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഹസാർഡസ് വേസ്റ്റ്. Then report to the spillage. Okay, spills should be intimated to the concerned personnel for documentation and investigation. ഈ ചോർച്ചയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇത്രയാണ് ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ 7 സ്റ്റെപ്പുകൾ നമ്മൾ അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇന്നത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചത് ഏതൊക്കെ രീതിയിലാണ് ഇത്തരം സ്പില്ലേജുകൾ നമ്മൾ മാനേജ് ചെയ്യുക. അപ്പൊ നമ്മള് ടൈപ്പുകൾ ആദ്യം പഠിച്ചു അല്ലെ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്, ഷാർപ്പുകൾ ഉണ്ട്, ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ട്, അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ ഇത്രയും ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകളാണ് ഒരു ഹോസ്പിറ്റലിൽ പൊതുവായിട്ട് ഉണ്ടാവുന്നത്. ഇത്തരം വേസ്റ്റുകൾ നമ്മൾ മാനേജ് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. ഓരോന്നും അതിൻ്റെതായ രീതിയിൽ വേണം മാനേജ് ചെയ്യാനായിട്ട് അല്ലെ. അത് ഓരോന്നും നമ്മൾ സ്പെസിഫൈ ചെയ്ത് തന്നെ മനസ്സിലാക്കി. എല്ലാത്തിന്റെ സ്റ്റെപ്പുകൾ ഒരുപോലെ തന്നെയാണ് കേട്ടോ. എല്ലാത്തിന്റെ സ്റ്റെപ്പിൽ ആദ്യത്തിൽ കോമൺ എന്താണ് എപ്പോഴും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇനിയിപ്പോ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ നമ്മൾ എവിക്റ്റ് ചെയ്യുക അല്ലെ. അതായത് ആളുകൾ അവിടെ നിന്ന് നമ്മൾ പ്രത്യേകം ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതും കോമൺ ആയിട്ട് വരുന്ന സ്റ്റെപ്പാണ്. അതുപോലെ കണ്ടെയ്ൻഡ് സ്പിൽ അല്ലെ, അത് എല്ലാത്തിലും കോമൺ അല്ലേ. കണ്ടെയ്ൻഡ് സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ സ്പില്ലേജ്. സ്പില്ലേജിന്റെ ആ ഒരു വ്യാപനം നമ്മൾ തടയാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് തടയാൻ പറ്റാം? അബ്സോർബന്റ് പാഡുകള് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പിൽ കിറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ചോർച്ചയെ ഒപ്പിയെടുക്കുക. എന്ന് വെച്ചാൽ മറ്റൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവുന്നതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യുക. അതൊക്കെ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന. പിന്നെ എന്താ? ക്ലീൻ അപ്പ് ദ സ്പിൽ അല്ലെ. ആ ചോർച്ച ഉണ്ടായ ഏരിയ നമ്മൾ എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തുക അല്ലെ. അത് നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞു. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. അങ്ങനെ അതും കൃത്യമായിട്ട് ആ മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷനുകൾ ഉപയോഗപ്പെടുത്താൻ. അതിന്റെ ശരിയായ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കത് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവിടെ വൃത്തിയാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ മാനുഫാക്ചറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അത് ചെയ്യാം. അതിനുശേഷം ഇത്തരം വേസ്റ്റുകളുമായിട്ട് കോൺടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളെയും നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് ആയി കണക്കാക്കിയിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ബയോ ഹസാർഡ് ബാഗിലോ കണ്ടെയ്നറിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യുക അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റുകള്, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റുകൾ, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ വരുമ്പോൾ ആ ഒരു ചോർച്ചയെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതുണ്ട്. കാരണം അത്രയും ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ്. ഇത്രയും നമ്മൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഈ മൊത്തത്തിൽ ഈ മാനേജ്മെന്റ് നമ്മൾ ഓരോന്നും പഠിച്ചല്ലോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? അപ്പൊ മേൽഭാഗങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ചാപ്റ്ററിൽ വലിയ ഒരുപാടൊന്നും നമുക്ക് പഠിക്കാനില്ല. എന്താണ് സ്പില്ലേജ് വേസ്റ്റ്, അതുപോലെ തന്നെ സ്പില്ലേജ് വേസ്റ്റ് മൂലം ഉണ്ടാകുന്ന റിസ്കുകള്, ഹസാർഡ്സ് എന്തൊക്കെയാണ് അത് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ഏതൊക്കെ ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകളാണ് ഹോസ്പിറ്റലിൽ ഉള്ളത്, ഇനി സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാകുന്ന സോഴ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില സ്റ്റെപ്സുകൾ, പ്ലാനൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ആ സ്റ്റെപ്പുകൾ പഠിക്കാം. അത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഓരോ ടൈപ്പുകൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു അപ്പൊ ഏകദേശം എല്ലാത്തിനും കോമൺ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ദ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനായിട്ടുള്ള പരിശീലനങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ളൊരു അവയർനെസ് കൊടുക്കുക അല്ലെ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ദ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇനി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കി. പക്ഷെ അത് എന്ത് ചെയ്യണം, അത് ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങള്, അവയർനെസ് ഉള്ള ആളുകൾക്ക് കൊടുത്തിരിക്കണം. അപ്പൊ അതിന്റെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. Here are some important aspects of training and education for the spillage waste management in hospitals. ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, അതായത് നമ്മൾ ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് കൊടുക്കുന്ന ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റെപ്പുകളാണ് കേട്ടോ. ഒന്നാമത്തെ എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതാണ് ആദ്യം ട്രെയിനിങ് കൊടുക്കുന്നത്, അതിനാണ് അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സ്പില്ലേജ് വേസ്റ്റ്. സ്പില്ലേജ് വേസ്റ്റുകൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു പരിശീലനം നമ്മൾ ആദ്യം കൊടുക്കണം. Okay, proper training should be given to the health workers to identify various types of spillage waste and the related risk and dangers. ഡേഞ്ചർ അല്ലെ. അതായത് ഓരോ ആളുകൾക്ക്, അവിടുത്തെ ജീവനക്കാർക്ക് ഏത് ടൈപ്പിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള പരിശീലനങ്ങൾ നമുക്ക് കൊടുത്തിരിക്കും അല്ലെ. പല ടൈപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, ഷാർക്ക്, അതൊക്കെ തിരിച്ചറിയാനുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. അതുപോലെ ഓരോ സ്പില്ലേജ് വേസ്റ്റുകളുടെയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹസാർഡ്സ്, റിസ്കുകള് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുത്തിരിക്കണം. എല്ലാതും ഒരേ രീതിയിലായിരിക്കില്ല നമ്മൾ എഫക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഓരോന്നിനും അതിൻ്റെതായ കോൺസിക്വൻസസ് ഉണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പരിശീലനം ബന്ധപ്പെട്ട ജീവനക്കാർക്ക് കൊടുത്തിരിക്കണം. അടുത്തത് എന്താണ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. ഇനി അത് കൈകാര്യം ചെയ്യാനും അതിന്റെ ഡിസ്പോസൽ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനം. അത് നോക്കിയേ, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓരോ ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായിട്ടുള്ള ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ ജീവനക്കാർക്ക് കൊടുത്തിരിക്കണം. ദിസ് കൺസിസ്റ്റ് ഓഫ് ദ use of personal protective equipment, containment of the spill and proper disposal of waste. അതെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE എങ്ങനെ ധരിക്കണം, അതിനെപ്പറ്റി പരിശീലനങ്ങൾ കൊടുക്കണം. കണ്ടെയ്ൻമെന്റ് ഓഫ് ദ സ്പില്ല്, ആ സ്പില്ലിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെ, എങ്ങനെ അതിനെ ലിമിറ്റ് ചെയ്യണം, ഇതിനെ പറ്റിയുള്ള പരിശീലനം കൊടുക്കണം. ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ്, ഏത് രീതിയിൽ ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് എന്ത്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താണ്, റെസ്പോൺസ് പ്ലാൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു സ്റ്റെപ്പാണ്. ഏതൊരു ഹോസ്പിറ്റലിലും ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്ന കൃത്യമായിട്ടൊരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, റെസ്പോൺസ് പ്ലാൻ. Hospital must maintain a response plan in place for spillage incident. ഇത്തരം സ്പില്ലേജ് ഇൻസിഡന്റുകളെ റെസ്പോൺസ് ചെയ്യുന്നതിനായിട്ട് അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് പ്ലാൻ ഒരു ഹോസ്പിറ്റലിന് മെയിൻറ്റെയിൻ ചെയ്യണം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി given training in the steps of the response plan. ഈ ഒരു റെസ്പോൺസ് പ്ലാനിന്റെ സമയത്ത് അവിടുത്തെ ഹെൽത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കാം. എന്ന് പറഞ്ഞാല് that includes who to contact, ആരെ കോണ്ടാക്ട് ചെയ്യണം, അതുപോലെ how to contain the spill, ഏത് രീതിയിൽ ആ സ്പില്ലിനെ നിയന്ത്രിക്കണം, and how to clear and discard the waste, ഏത് രീതിയിൽ ആ വേസ്റ്റ് ക്ലിയർ ചെയ്യണം, ഏത് രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യണം എന്നതിനെ പറ്റി എല്ലാം ഉൾപ്പെടുന്ന ഒരു റെസ്പോൺസ് പ്ലാന് നിർബന്ധമായിട്ട് ഒരു ഹോസ്പിറ്റൽ
എന്താണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, ശരിയായൊരു ആശയവിനിമയം. അത് നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ഈസ് നെസസറി ഫോർ ദ സക്സസ്ഫുൾ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. ശരിയായൊരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും ഇത്തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റിന് അത്യാവശ്യമാണ് അല്ലെ. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൻ ടു ഹെൽത്ത് വർക്കേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് എൻവിയോൺമെന്റൽ സർവീസസ് ടു മേക്ക് ഷുവർ ദാറ്റ് spillage waste is properly handled and discarded അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് അതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കണം. അവർക്കിടയിലും അതുപോലെ മറ്റുള്ള എമർജൻസി റെസ്പോൺസ് സർവീസുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സർവീസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും അതുകൂടാതെ ആരോഗ്യ പ്രവർത്തകർക്ക് അവർക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ശരിയായ പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്പില്ലേജ് വേസ്റ്റിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാനും ഡിസ്കാർഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. പിന്നെന്താണ്? റെക്കോർഡ് കീപ്പിംഗ് അല്ലെ. റെക്കോർഡ് കീപ്പിംഗ്, നമ്മൾ ഇത്തരത്തിലുള്ള ചോർച്ചകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അത് മാനേജ് ചെയ്ത് പോകുക മാത്രമല്ല, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ എഴുതി തയ്യാറാക്കിയിരിക്കണം. അതിന്റെ റെക്കോർഡുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. റെക്കോർഡ് കീപ്പിംഗ്, enough training given to health workers in record keeping procedures for spillage waste. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളുടെ ആ ഒരു എന്താ പറയാ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിന്, റെക്കോർഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കണം. ദിസ് കൺസിസ്റ്റ് ഓഫ്, ഇതിൽ എന്തൊക്കെയാണ്? ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്പില്ല്, ഏത് സ്പില്ലാണെന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം, ഏത് ടൈപ്പ് ചോർച്ചയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. കൈൻഡ് ഓഫ് വേസ്റ്റ്, ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ് അല്ലെ, ഏത് തരത്തിലാണ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് ആണോ അതോ ഷാർപ്പ് വേസ്റ്റ് ആണോ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണോ, അങ്ങനെ ആ കൈൻഡ് ഓഫ് വേസ്റ്റ് ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ്. അതുപോലെ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ്, എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻസ് ടേക്കൺ, എന്തൊക്കെ ഫോളോ അപ്പ് ആക്ഷൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഇതെല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അതിന് വേണ്ട പരിശീലനങ്ങൾ ആർക്ക് കൊടുക്കണം? അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കണം. ഓക്കെ, പിന്നെന്താണ്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. ഓൺഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് എന്നുള്ള അർത്ഥമാണ്, തുടർച്ചയായത് എന്നുള്ള അർത്ഥമാണ്. അതായത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ദ ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഈ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു ട്രെയിനിങ് ആണ്. അതായത് കുറച്ച് നാളത്തേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയല്ല, അത് തുടർച്ചയായി കൊടുക്കേണ്ട ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് ഇത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നടപടിക്രമങ്ങളിൽ മാറ്റം ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ നിയന്ത്രണങ്ങളിലും അതിനുവേണ്ടി നമ്മുടെ മാനേജ്മെന്റിന് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ കാലാകാലങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പാകത്തിന് ഒരു ഓൺഗോയിങ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പരിശീലനമാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? അതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മള് മെഡിക്കൽ ടെർമിനോളജി പഠിക്കുമ്പോൾ പഠിക്കാൻ കുറെ ഉണ്ട് കേട്ടോ. അത് മുഴുവൻ പഠിക്കൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കയ്യിലൊരു പേനയായിട്ട് വേണം ഇരിക്കാനായിട്ട് കേട്ടോ. നമ്മൾ നോട്ട് ചെയ്യേണ്ട പഠിക്കേണ്ട ചിലത് പ്രത്യേകം എടുത്ത് പറയുന്നത് അത് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Okay then, നെക്സ്റ്റ് ക്ലാസ്സിലാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.